അങ്ങനെ ഒരുപാട് നാളത്തെ ഒരു കാത്തിരിപ്പിനൊരു വിരാമം ഇട്ടുകൊണ്ട് ഒരു സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയ മുഴുവൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം ജഗതി ശ്രീകുമാർ അമ്പിളിച്ചേട്ടൻ വീണ്ടും സിനിമയിലേക്ക് സജീവമായിട്ട് വരുന്നു എന്നുള്ളൊരു ന്യൂസ്. പുതിയ വർഷം പുതിയ തുടക്കം എന്നുള്ളൊരു ടാഗോട് കൂടിയാണ് പുള്ളി അത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന ബല എന്ന് പറയുന്ന സിനിമയിലാണ് അദ്ദേഹം പെർഫോം ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഓൾറെഡി പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിൽ പ്രൊഫസർ അമ്പിളിയായിട്ടാണ് അദ്ദേഹം വരാൻ പോകുന്നത്. അതുപോലെ തന്നെ അങ്കിൾ ലൂണ.R എന്നുള്ള രീതിയിലും അദ്ദേഹത്തിനെ വിളിക്കുന്നതായിരിക്കും. അരുൺ ചന്തുവിൻ്റെ മുമ്പത്തെ സിനിമയായുള്ള ഗഗനാചാരി എന്ന് പറയുന്ന സിനിമ ഓൾറെഡി 2024 എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ നമ്മുടെ ലിസ്റ്റിൽ ഓൾറെഡി ആഡ് ചെയ്ത ഒരു സിനിമയാണ് ഗഗനാചാരി എന്ന് പറയുന്നത്. അപ്പോൾ ഗഗനാചാരി കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഗംഭീര സിനിമയാണ്. അങ്ങനെയുള്ള പുതിയ ഐഡിയാസും കാര്യങ്ങളും ഒക്കെ മലയാള സിനിമയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അവർ വല എന്ന് പറയുന്ന ഒരു സിനിമയായിട്ട് വരുന്നത്. വല എന്ന് പറയുന്ന സിനിമ മറ്റൊന്നുമല്ല, ഫസ്റ്റ് മലയാളം സോംബി മൂവി ആയിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും അത്. കാരണം അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റും വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അനൗൺസ് ചെയ്ത വീഡിയോ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമ്മുടെ ഗോകുൽ സുരേഷ്, അജു വർഗീസ് എല്ലാവരുടെ സൗണ്ട് മോഡുലേഷൻ, ഒരു വോയിസ് ഓവറോട് കൂടിയാണ് ഇതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഭയങ്കരമായിട്ട് പ്രതീക്ഷ നൽകുന്ന ഒരു പ്രൊജക്റ്റും കൂടിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ ആ അനൗൺസ്മെൻറ്റ് കൊണ്ട് മാത്രമല്ല, അരുൺ ചന്തു എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ മുമ്പത്തെ സിനിമയായിട്ടുള്ള ഗഗനാചാരി എന്ന് പറയുന്ന സിനിമ അത് തന്നെ ഭയങ്കര പ്രോമിസിങ് ആയിരുന്നു. ഞാൻ അത്രയും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് ഒരു പ്രതീക്ഷയില്ലാതാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത്. പക്ഷെ അത്രയേറെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റിലായിരുന്നു. അത് OTT കണ്ടവർക്ക് അത് ഫീൽ ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. തിയേറ്ററിൽ ഇത് ഭയങ്കര വർക്കൗട്ടായി. ഒരു വല്ലാത്ത ഫീല് നൽകിയൊരു സിനിമയാണ്. അത് നിങ്ങൾ എത്ര സമ്മതിച്ചാലും ശരി, സമ്മതിച്ചില്ലെങ്കിൽ ശരി, ഉള്ള സത്യമായിട്ടുള്ളൊരു കാര്യം ഇതാണ്. ഭയങ്കര വർക്കൗട്ടായി. അതിൻ്റെ ഐഡിയ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ വിഷ്വലൈസേഷൻ കൊണ്ട് തന്നെ എല്ലാം ഒരു പുതുമ നൽകുന്ന രീതിയിലാണ് അതിനെ പ്രസൻറ്റ് ചെയ്ത് വെച്ചത്. അത് കഴിഞ്ഞ് അവരുടെ ഇൻ്റർവ്യൂസ് എല്ലാം കണ്ടപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് നല്ല ഐഡിയാസ് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അവർ ഓരോന്നായിട്ട് അതിനെ കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഗഗനാചാരി എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ഒരു യൂണിവേഴ്സിലേക്ക് തന്നെ കടന്നു വരുന്ന ഒരു കഥയും കഥാസന്ദർഭവും ഒക്കെ ആയിരിക്കാം വല എന്ന് പറയുന്ന സിനിമയ്ക്കും. അവരിപ്പോൾ തന്നെ അനൗൺസ് ചെയ്തിട്ടില്ല, മേ ബി അത് അനൗൺസ് ചെയ്തേക്കാം. എനിക്ക് അതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു ഫീലിലേക്ക് ഞാൻ പോയത്. അനാർക്കലി ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ ഗോകുൽ സുരേഷ്, അജു വർഗീസ്, ഗണേഷ് കുമാർ, ഇവരെല്ലാവരും വീണ്ടും ഒന്നിക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു ചെറിയൊരു ഡൗട്ട് അടിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മേ ബി ഇതെല്ലാം ഒരു യൂണിവേഴ്സിറ്റി വരുന്നതായിരിക്കാം. അവരൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് ഓൾറെഡി അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. സുരേഷ് ഗോപിയുടെ ഒരു ക്യാരക്ടറൊക്കെ ടീസ് ചെയ്ത് ചെറുതായിട്ട് ഗഗനാചാരി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ മേ ബി പ്രതീക്ഷിക്കാം വലിയൊരു മാറ്റം മലയാള സിനിമയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. 2024 എന്ന് പറയുന്നത് ഒരു ഗംഭീര വർഷമായിരുന്നു. 2025 അത് ആവർത്തിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു ഫീല് ഇപ്പം തന്നെ എല്ലാത്തരം ആൾക്കാർക്കും ഫീൽ ചെയ്ത് തുടങ്ങുന്നുണ്ട്. എന്തായാലും നല്ലൊരു വർഷമായി തീരട്ടെ, നല്ലൊരു പ്രൊജക്റ്റായി ഇത് മാറട്ടെ. മലയാള സിനിമയുടെ ഒരു മുഖം മാറുന്ന, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവൽ ഫേസിലേക്ക് കിടക്കുന്ന, ഇപ്പോൾ മാർവലിൻ്റെയൊക്കെ അനൗൺസ് ചെയ്യുന്ന പോലെ phase 1, phase 2, phase 3 എന്നൊക്കെ പറയുന്ന പോലെ മലയാള സിനിമയുടെ നെക്സ്റ്റ് ഒരു ഫേസ് ആവട്ടെ. അത് എത്രാമത്തെ ഫേസ് എന്ന് ഞാൻ പറയുന്നില്ല, നെക്സ്റ്റ് ലെവൽ ഫേസ് ആവട്ടെ 2025. മികച്ച പ്രൊജക്റ്റുകൾ വരട്ടെ, മികച്ച ഔട്ട്പുട്ടുകൾ ഉണ്ടാവട്ടെ, മികച്ച രീതിയിലുള്ള കണ്ടന്റുകൾ ഉണ്ടാകട്ടെ, മികച്ച രീതിയിലുള്ള ടെക്നീഷ്യൻസ് ഉണ്ടാവട്ടെ, എല്ലാം മികച്ചതായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. അപ്പം വല എന്ന് പറയുന്ന സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കണ്ടു നോക്കുക. ഓൾറെഡി കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രതീക്ഷയുള്ളതെന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ജഗതി ശ്രീകുമാർ തിരിച്ചു വരുന്നതിൻ്റെ ഒരു സന്തോഷം എന്താണെന്നുള്ളതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, താല്പര്യമുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.